ഇന്ന് എനിക്ക് പറയാനുള്ളത് ഒരു ഇൻസൾട്ടിന്റെ കഥയാണ്. ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഒരു ബാങ്ക് മാനേജറിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഇൻസൾട്ടാണ് ഇന്ന് എന്നെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ MBBS പഠിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വിശ്വസിച്ചേ പറ്റൂ. ദാറ്റ്സ് ദ സ്റ്റോറി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ടുഡേ എൻ്റെ ഏറ്റവും ഫേവററ്റ് സ്റ്റോറിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇൻസൾട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഞാനൊരു 5ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ആ ഒരു ഇയറിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ I don't know ഏത് വർഷമായിരിക്കും എന്നുള്ളത്, 5th 6th സ്റ്റാൻഡേർഡ്. അന്ന് മുതലേ എനിക്ക് ഡോക്ടർ ആകണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഈ ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹം തലയിൽ കയറിയെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷെ ഹ്യൂമൻ ബോഡി എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ത്വര ഭയങ്കരമായിട്ട് 5ാം ക്ലാസ് മുതലേ 6ാം ക്ലാസ് മുതലേ എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി, +2 പാസ്സായി, പിന്നീട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോയി, എൻട്രൻസ് ട്രൈ ചെയ്തു. അന്ന് ദാറ്റ് വാസ് ഇൻ 2015 ആദ്യമായിട്ട് ഞാൻ നീറ്റിന് ട്രൈ ചെയ്യുന്നത്. അന്ന് നീറ്റ് എക്സാം അല്ല, നമുക്ക് സെപ്പറേറ്റ് എക്സാംസ് ആയിരുന്നു. അന്ന് എനിക്ക് ഗവൺമെന്റ് സീറ്റിൽ MBBSനുള്ള അഡ്മിഷൻ കിട്ടാനുള്ള മാർക്ക് ഉണ്ടായിരുന്നില്ല, റാങ്ക് ഉണ്ടായിരുന്നില്ല. ആൻഡ് എൻ്റെ വീട്ടിൽ അത്ര ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ളൊരു അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ ഗവൺമെന്റ് കോളേജിൽ എന്ത് സീറ്റ് കിട്ടുന്നോ അതിനെ പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ അന്നത്തെ എൻ്റെ റാങ്കിന്, ആ മാർക്കിന് എനിക്ക് ആയുർവേദത്തിനാണ് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. ട്രിവാൻഡ്രം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ. അങ്ങനെ ഞാൻ BAMSന് അഡ്മിഷൻ എടുത്തു ഇൻ 2016. അപ്പോൾ ഒന്നുകൂടെ എൻട്രൻസ് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട MBBSന് തന്നെ പോയിക്കൂടായിരുന്നോ എന്ന് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ച കുറച്ച് പേരുണ്ട്. പക്ഷെ അന്ന് സൊസൈറ്റിയിൽ പ്രഷർ ഭയങ്കര കൂടുതലായിരുന്നു. പെൺകുട്ടിയാണ്, +2 കഴിഞ്ഞ് 1 വർഷം ഓൾറെഡി ഡിഗ്രിക്കൊന്നും പോവാതെ പഠിക്കാൻ ചേരാതെ വേസ്റ്റ് ആക്കി കളഞ്ഞു. പിന്നെ 1 വർഷം കൂടെ എവിടെയും പഠിക്കാൻ പോവാണ്ട് വെറുതെ ഇങ്ങനെ നിന്നാൽ കല്യാണം കഴിക്കാനുള്ള മാർക്കറ്റിലെ പ്രായം കൂടുതൽ ഒരു വലിയ വിഷയമാവുമല്ലോ. അങ്ങനെ ഒരു സൊസൈറ്റിയിൽ പ്രഷർ ഭയങ്കരമായിട്ടുള്ളതുകൊണ്ട്, ഒരു കൺവെൻഷണൽ സൊസൈറ്റി എന്ന് വരുന്നത് കൊണ്ട് 1 വർഷം കൂടെ എൻട്രൻസ് ട്രൈ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഗവൺമെന്റ് സീറ്റിൽ കിട്ടിയ ആയുർവേദത്തിന് ഞാൻ പഠിക്കാനായിട്ട് പോയി. ട്രിവാൻഡ്രം ഗവൺമെന്റ് ആയുർവേദ കോളേജിൽ സ്റ്റുഡൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. 5.5 years അവിടെ പഠിച്ചു. നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഇയറിലായിരുന്നു കോവിഡൊക്കെ വന്നത്. അങ്ങനെ കോഴ്സൊക്കെ പഠിച്ചു, പാസ്സായി, ഹൗസ് റെസിഡൻസി ചെയ്തു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു 3rd year മുതലേ തന്നെ ഞാൻ ആങ്കറിങ് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 2023 I was so fortunate enough to host a function for the Prime Minister of India, Shri Narendra Modi. വന്ദേ ഭാരതിന്റെ ഫ്ലാഗ് ഓഫിന് കേരളത്തിൽ വന്നപ്പോൾ ആ ഇവന്റ് എനിക്ക് ഹോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റി. അവിടെ നിന്ന് എൻ്റെ ആങ്കറിങ് കരിയറിലെ ഗ്രാഫ് ഭയങ്കരമായിട്ട് മേലേക്ക് പോയി. എനിക്ക് അത്യാവശ്യം നല്ല ഷോസ് ഒക്കെ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ ആങ്കറിങ് കരിയറും നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു. BAMS കഴിഞ്ഞു, ഞാൻ ഡോക്ടറായി, ആയുർവേദ ഡോക്ടറായി. ലൈഫിൽ ഇങ്ങനത്തെ അച്ചീവ്മെന്റ്സ് ഒക്കെ നേടാനായിട്ട് പറ്റിയെങ്കിലും, ഞാൻ അത്യാവശ്യം നല്ല രീതിക്ക് ഹാപ്പിയൊക്കെ ആയെങ്കിലും ഐ ഫെൽറ്റ് എ വോയിഡ് ഇൻസൈഡ് മീ. ഞാനിപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എൻ്റെ MBBS പഠിക്കുന്ന വേറെ ഫ്രണ്ട്സിൻ്റെ സ്റ്റോറീസ് കേൾക്കുമ്പോൾ, അവരുടെ എക്സ്പീരിയൻസസ് ഒക്കെ അവർ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് ഉള്ളിലൊരു നോവുണ്ടായിരുന്നു. എനിക്കിത് പഠിക്കാനായിട്ട് പറ്റിയില്ലല്ലോ, ഈ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ. സോ അന്ന് ആയുർവേദം പഠിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല ഇനി എനിക്ക് MBBS ഒക്കെ പഠിക്കാനായിട്ട് പറ്റും. ആ ഒരു ഡ്രീം കഴിഞ്ഞു. ഇനി വേറൊരു ലൈഫ് ടൈമിൽ, അടുത്ത ജന്മത്തിൽ MBBS ഡോക്ടർ ആകാം എന്നൊക്കെയാണ് അന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും പോസിബിൾ ആവില്ല എന്ന് കരുതി എനിക്ക് നല്ല സങ്കടം വരുമായിരുന്നു. പക്ഷേ ഐ നെവർ ന്യൂ ഐ വുഡ് കം ടു MBBS അഗെയിൻ. അന്നപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും. പിന്നെ കോഴ്സ് കഴിഞ്ഞ് ഇനി കരിയർ വൈസ് എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്ന സമയത്ത് ഐ വാസ് കൺഫ്യൂസ്ഡ്. ഞാൻ പറഞ്ഞതുപോലെ ആങ്കറിങ് നല്ല രീതിക്ക് പോകുന്നുണ്ട്, അതിൽ അത്യാവശ്യം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും പഠിക്കണം എന്നുള്ളൊരു ഫയർ എൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ കുറച്ചധികം സ്ട്രോങ് ആണ്. ഐ ആം കമ്മിങ് ഫ്രം എ കൺവെൻഷണൽ സൊസൈറ്റി വെയർ ദി എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് ഇസ് ഓഫ് ദ ലീസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ, എൻ്റെ 20ാമത്തെ വയസ്സ് മുതൽ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ പഠിത്തം സ്റ്റോപ്പായി പോകും എന്നുള്ളൊരു സിറ്റുവേഷനിൽ കുറച്ചധികം ചാലഞ്ചസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊരു വേറെ വലിയ കഥയാണ്. മേ ബി ഐ ടെൽ ഇൻ സം അതർ എപ്പിസോഡ്. അപ്പോൾ ലൈഫിൽ രക്ഷപ്പെടണം, പഠിക്കണം. ഞാൻ ജയിച്ചു, ഇവള് നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് അത് തിരുത്തി പറയിപ്പിക്കണം. അവള് രക്ഷപ്പെട്ടു, പഠിത്തം കൊണ്ട് അവള് രക്ഷപ്പെട്ടു എന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ളൊരു ഫയർ ഭയങ്കരമായിട്ട് ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ UG ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സങ്കടമോ വിഷമോ എന്തൊക്കെയോ, ഞാൻ എന്താ ഇനി ചെയ്യാ,
എനിക്കൊന്നും ചെയ്യാനില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഭയങ്കരമായിട്ട് നിന്നിരുന്നു. ആൻഡ് സംഹൗ ഐ മേഡ് എ ഡിസിഷൻ ദാറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കാനായിട്ട് അബ്രോഡ് ഒരു കൺട്രിയിലേക്ക് പോകാം, അവിടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിൽ വർക്ക് ചെയ്യാം. സോ മേ ബി രക്ഷപ്പെടുമായിരിക്കും, ഫിനാൻഷ്യലി അടിപൊളിയാകുമായിരിക്കും. അങ്ങനെ ഞാൻ കാനഡ ഓപ്റ്റ് ചെയ്ത് കാനഡയിലേക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സിനൊക്കെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു 2 ലക്ഷം രൂപ ഞാൻ അഡ്മിഷൻ ഫീസായിട്ട് ഡെപ്പോസിറ്റ് ഒക്കെ ചെയ്ത് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. ഇപ്പോൾ കാനഡ എന്നെ ഒട്ടും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു എലമെന്റ് അല്ലായിരുന്നു. വേറെ രക്ഷപ്പെടാൻ വേറൊരു വഴിയുമില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ കാനഡയ്ക്ക് പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉള്ളിൽ സങ്കടമുണ്ട്, പഠിച്ചോനെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ലേ, ആം ഐ ഗോയിങ് ഇൻ ദ റൈറ്റ് പാത്ത്. അപ്പൊ ഞാനിങ്ങനെ ഇല്ല, കാനഡ വിൽ വർക്ക് ഫോർ മീ എന്നിങ്ങനെ സമാധാനിപ്പിച്ച് ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ സങ്കടം പറയുമ്പോൾ അവരൊക്കെ എന്നെ ഇങ്ങനെ ആശ്വസിപ്പിക്കും, ഇല്ല വർക്കാവും കുഴപ്പമില്ല എന്നൊക്കെ. അങ്ങനെ മനസ്സോടുകൂടി വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എഡ്യൂക്കേഷണൽ ലോണിന്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും കൂടെ ഒരു ബാങ്കിൽ പോയി. ബാങ്ക് ഏതാന്ന് ഞാൻ പറയുന്നില്ല, അവിടുത്തെ ബാങ്ക് മാനേജറാണ് ഞങ്ങളുടെ ജീവിതം മാറ്റി മറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങളെ ബാങ്ക് മാനേജറിനെ കാണാൻ പോയി. അദ്ദേഹത്തിന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് റൂമിൽ കയറിയപ്പോൾ വി വാസ് സോ ഹ്യൂമിലിയേറ്റഡ്, വി വാസ് സോ ഇൻസൾട്ടഡ്. ഞങ്ങളുടെ അടുത്ത് കസേരയിൽ ഇരിക്കാൻ കൂടെ പറഞ്ഞിട്ടില്ല. വി ടോൾഡ് എഡ്യൂക്കേഷണൽ ലോണിന് വേണ്ടിയിട്ട് വന്നതാണ്, സ്റ്റഡി അബ്രോഡ് നോക്കുന്നു. അപ്പോഴേ ആളുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര റോങ് ആയിരുന്നു. എത്ര സെന്റ് സ്ഥലമുണ്ട്, ഞങ്ങൾക്ക് കുറച്ച് ഭയങ്കരമായിട്ടുള്ള പ്രോപ്പർട്ടി ഒന്നും ഇല്ല, അപ്പോൾ നിങ്ങളുടെ ഈ സ്ഥലത്തിന് നിങ്ങൾക്ക് അത്ര വാല്യൂ ഒന്നുമില്ല, എഡ്യൂക്കേഷണൽ ലോൺ ഒന്നും കിട്ടാൻ പോകുന്നില്ല, എടുത്തിട്ട് പോയിക്കോ, വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്ക് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. ഞങ്ങൾ പറയാൻ പോയ കാര്യം എന്താണെന്ന് കേൾക്കാൻ പോലും ആള് കൂട്ടാക്കിയിട്ടില്ല. അന്ന് ഭയങ്കര സങ്കടത്തിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ കാറിൽ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഓൾറെഡി എനിക്ക് കാനഡയ്ക്ക് പോകാനുള്ള ഇഷ്ടക്കുറവ് ഉണ്ട്, അതിന്റെ കൂടെ ഈ ഒരു ഇൻസൾട്ട് കൂടി ആയപ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആയി. ആൻഡ് ദെൻ മാഷനെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ, ആവി വിഷമിക്കണ്ട, കാനഡയ്ക്ക് പോകാനുള്ള പൈസ നമുക്ക് എന്തായാലും ഉണ്ടാക്കാം എന്ന് മാഷ പറയുമ്പോൾ ഞാനിങ്ങനെ പറയണം, മാഷ എനിക്ക് കാനഡയ്ക്ക് പോകണ്ട മാഷെ എന്ന് പറഞ്ഞ് ഞാനൊന്ന് കരഞ്ഞു. ആ കരച്ചില് മാഷ് എൻ്റെ അടുത്ത് അപ്പോ വളരെ റാൻഡമായിട്ട് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ചോദിച്ച ചോദ്യമാണ്, ആമി നിനക്ക് MBBS ഒന്ന് ട്രൈ ചെയ്തൂടെ എന്നുള്ളത്. അത് ആദ്യം ഞാൻ കേൾക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്ന കോഴ്സ് കഴിഞ്ഞിട്ട് ഓൾറെഡി 2 വർഷം കൂടെ കഴിഞ്ഞു. ഇനി ഞാൻ MBBS പഠിക്കാൻ പോയ ഓൾറെഡി എത്ര ലേറ്റ് ആയി, അല്ലെങ്കിൽ മേ ബി കോഴ്സ് കഴിയുമ്പോൾ തന്നെ അറ്റംപ്റ്റ് ചെയ്ത് കയറണമായിരുന്നു. അപ്പോൾ ഒരു 3rd ഇയർ ഒക്കെ പഠിക്കുന്ന അവസ്ഥയിലെത്തും. ഇത് 2 ഇയർ കഴിഞ്ഞു, ഇനി ഞാൻ എങ്ങനെ പഠിക്കാനാ പക്ഷെ ഇത്ര ലേറ്റ് ആയില്ല, ഈ പ്രായത്തിൽ ഞാൻ എങ്ങനെ പഠിക്കും എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. പക്ഷെ മാഷിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചെറിയ നാള് മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ആഗ്രഹിച്ച കാര്യമാണ്, അതിപ്പോ എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും നീ ട്രൈ ചെയ്ത് അവിടെ എത്തിയാൽ നീ ഹാപ്പി ആയിരിക്കും. ആ സന്തോഷമല്ലേ നമുക്ക് വേണ്ടത്, 10 വർഷം കഴിയുമ്പോൾ നീ സന്തോഷമായിട്ടിരിക്കണ്ടേ ആമി എന്ന് ചോദിച്ചു. പിന്നെ എനിക്ക് ഒരുപാട് ആലോചിക്കേണ്ടി വന്നില്ല. സ്പെഷ്യലി ഞാൻ എൻ്റെ വീട്ടുകാരെ പറ്റി ആലോചിച്ചു, എൻ്റെ വാപ്പാനെ പറ്റി ആലോചിച്ചു, വാപ്പാടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷത്തിനെ പറ്റി ആലോചിച്ചപ്പോൾ ഡിസിഷൻ ബിക്കെയിം സോ ഈസിയർ. ഓൾസോ ഞാൻ ഒരുപാട് പേരോട് ഡിസ്കസ് ചെയ്ത് ഞാൻ MBBS പഠിക്കാനായിട്ട് പോവാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും ഞാൻ ചോദിച്ചില്ല. എനിക്ക് വളരെ വേണ്ടപ്പെട്ട 2 പേരുടെ അടുത്ത്, വിഷ്ണുവേട്ടൻ ആൻഡ് അഷ്കർ, ഇവരുടെ അടുത്ത് 2 പേരുടെ അടുത്ത് മാത്രം ഞാൻ ഡിസ്കസ് ചെയ്തു. അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. നിനക്ക് ആഗ്രഹമുള്ള കാര്യമില്ല, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്, ഇനി ഒരു ഡിസ്കഷന്റെ കാര്യമില്ല, നാളെ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു. ആൻഡ് മാഷന്റെ അടുത്ത് ചോദിച്ചു, ഒരു ദിവസം ഞാൻ ആലോചിച്ചു, ഡിസ്കസ് ചെയ്തു. 3rd ഡേ 3ാമത്തെ ദിവസം ഞാൻ പോയി NCERT ടെക്സ്റ്റ് ബുക്സ് പർച്ചേസ് ചെയ്തു, സൈലത്തില് അഡ്മിഷൻ എടുത്തു. അപ്പോൾ MBBS പഠിക്കാനുള്ള ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള കാര്യമോ, അയ്യോ ഇത് എടുത്താൽ ശരിയാകോ എന്ന് തന്നെ ഭയങ്കര അലട്ടിയ കാര്യമൊന്നും അല്ല. ഡിസിഷൻ മേക്കിംഗ് വാസ് സോ ഈസി ഫോർ മീ. എൻ്റെ സിറ്റുവേഷൻ അതായതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്ത കാര്യമാണ് ഞാൻ MBBSന് ട്രൈ ചെയ്യാന്നുള്ളത്. ഒക്ടോബർ എൻഡിലാണ് ഞങ്ങൾ അങ്ങനെ ഡിസിഷൻ എടുക്കുന്നത്. ആൻഡ് ബൈ നവംബർ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പോൾ എന്നെ കിളി പോകുന്ന അവസ്ഥ തന്നെയായിരുന്നു. 10 വർഷം കഴിഞ്ഞു ഞാൻ +2 കഴിഞ്ഞിട്ട്. 10ാമത്തെ വർഷം പിന്നെ ഞാൻ പോയിട്ട് എൻ്റെ +1 +2 ബുക്സ് ഒക്കെ തുറന്ന് അത് പഠിക്കാനായിട്ട് പോവാണ്. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മാത്സ് പ്രോബ്ലംസ് ആയിരുന്നു, ഇൻ്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ. അത് പഠിക്കാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും നല്ലപോലെ കഷ്ടപ്പാടായിരുന്നു. ഇനീഷ്യലി എനിക്ക് വട്ടുപിടിക്കായിരുന്നു, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പോലും എനിക്ക് എന്താ മനസ്സിലാവാത്തേ, ഞാൻ ഇത്രയും പ്രായം കൂടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് എളുപ്പത്തിലല്ലേ മനസ്സിലാവേണ്ടത്, ഇതെനിക്ക് ഒരു എളുപ്പമില്ല, പാട് കൂടുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. പക്ഷേ പഠിക്കാനായിട്ട് തുടങ്ങി, അതൊരു 1.5 പഠിത്തമായിരുന്നു. ഞാൻ ടു ബി വെരി ഓണസ്റ്റ്, +2 കഴിഞ്ഞ് ഞാൻ അന്നത്തെ ആ ഒരു യങ് ആയിട്ട് നിൽക്കുന്ന എനർജിയിൽ ഇത്രയും
ഹാർഡ് വർക്ക് ഞാൻ ചെയ്തിട്ടില്ല. അന്നത്തെ 2016 ഞാൻ നീറ്റിന് പ്രിപ്പയർ ചെയ്തത് ഇത്രയും എഫേർട്ട് ഞാൻ ഇട്ടിട്ടില്ല, ടു ബി വെരി ഓണസ്റ്റ്. പക്ഷെ 10 വർഷം കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഇരട്ടി അല്ല, ഒരു 100 ഇരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും എഫേർട്ട് കൂടുതൽ ഇട്ടിട്ടാണ് ഇത്തവണ ഞാൻ നീറ്റിന് പഠിക്കാനായിട്ട് ഇരുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ കൂടുതൽ എൻജോയ് ചെയ്ത് തന്നെ പഠിച്ചു തുടങ്ങി. പഠിച്ചു. മെയിൻ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് പഠിത്തത്തിന്റെ കൂടെ ഞാൻ വർക്കും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് എൻ്റെ കാലിൽ തന്നെ നിൽക്കണം, വീട്ടുകാരെ നോക്കണം, അത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഹസ്ബൻഡ് ഇസ് വിത്ത് മീ, എല്ലാ സ്ട്രഗിൾസിലും എൻ്റെ കൂടെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് വർക്ക് കംപ്ലീറ്റ്ലി കളഞ്ഞ് പഠിക്കാനിരിക്കുക എന്നുള്ളൊരു അതിനോട് എനിക്ക് ഒട്ടും പൊരുത്തപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വർക്കും കൂടെ ബാലൻസ് ചെയ്തു. ഓഫ് കോഴ്സ് അതിൻ്റെ വേറൊരു ഫാക്ടർ, എൻ്റെ ആങ്കറിങ് കരിയറും എനിക്ക് സ്പോയിൽ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ഞാൻ കഷ്ടപ്പെട്ട് തന്നെ എത്തിയതാണ്. അപ്പോൾ ഒരു ലോങ് ബ്രേക്ക് ഒക്കെ ഞാൻ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മേ ബി തിരിച്ചു പോകുമ്പോൾ എനിക്ക് ഒന്നിന് മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആങ്കറിങ്ങും ഞാൻ അതിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്ത് കൂടെ പഠിച്ച് നല്ലപോലെ കഷ്ടപ്പെട്ട് പഠിച്ച് ഞാൻ എക്സാം എഴുതി, ക്വാളിഫൈ ആയി, റിസൾട്ട് വന്നു. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടി. ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ഫൈനലി 18 വയസ്സിൽ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത സ്വപ്നം 28ാമത്തെ വയസ്സിൽ ഞാൻ അച്ചീവ് ചെയ്തു. ഞാൻ അവിടെ എത്തി. ഇപ്പോൾ ആ ഒരു സ്വപ്നം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം ലിവിങ് ദാറ്റ് ഡ്രീം. So this is for every other people who is so lost in their journey. എന്ത് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു റിമൈൻഡർ ആണ്. Like I said in my Instagram post, it's never too late, it's never too impossible, and never too hard to rewrite your story and to begin a new chapter. That's what happened in my journey. എനിക്ക് എപ്പോഴും പറയാൻ ഇഷ്ടമുള്ളൊരു സെന്റൻസ് കൂടിയാണ്. തട്ടത്തിൽ പറയത്തില്ല, വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടില്ലേ, ഈ പഠിച്ചോൻ ആള് വലിയ സംഭവമാണ്, നമ്മുടെ ചില ആഗ്രഹങ്ങൾ നമ്മൾ മറന്നാലും പുള്ളി മറക്കത്തില്ല. അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചത്. MBBS ചെറുപ്പം മുതലേ സ്വപ്നമായിട്ട് കണ്ടു നടന്നെങ്കിലും അത് 18ാമത്തെ വയസ്സിൽ നേടാൻ പറ്റിയില്ല. ഞാൻ മറന്നു, ഇനി ഒരിക്കലും എനിക്ക് നേടാൻ പറ്റില്ല എന്ന് ഞാൻ കരുതി. പക്ഷേ 10 വർഷം കഴിഞ്ഞ് ലൈഫിൽ എന്നെ പല പല സ്ഥലത്ത് കൊണ്ടുപോയി തിരിച്ച് ആ സ്വപ്നത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പഠിച്ചോൻ. സോ ഐ എം സോ താങ്ക്ഫുൾ ടു ഹിം and also to my husband, എൻ്റെ മാഷ്. ആ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ ആമി എന്ന് പറയുന്ന എനിക്ക് ഒരു എക്സിസ്റ്റൻസ് ഇല്ല. ഈവൻ ഞാൻ ആയുർവേദം കംപ്ലീറ്റ് ചെയ്ത് ആയുർവേദ ഡോക്ടർ ആയെങ്കിലും, ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഷോസ് ചെയ്യാനായിട്ട് പറ്റിയെങ്കിലും, നീറ്റിന് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ വൺ ക്വസ്റ്റ്യൻ that he asked me. I'm sorry, I'm getting a little emotional. So without that support system എനിക്ക് എക്സിസ്റ്റൻസ് ഇല്ല, എനിക്ക് ലൈഫ് ഇല്ല. ആ ഒരു സപ്പോർട്ടിനോട് ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു പഠിച്ചോൻ that he gifted me my mash, and also to my Vapa. At the end, this is for him. This is for my Vapa, as it was his dream. I'm happy. The happy tears ആണ്. സന്തോഷ കണ്ണീരാണ് കേട്ടോ. അത്രയധികം സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പറയാൻ വാക്കുകളില്ല. ഈ ഒരു സന്തോഷം എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കൂടെ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബിക്കോസ് എവ്രി പേഴ്സൺ ഡിസേർവ്സ് ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. ഇപ്പം എന്നെ പോലെ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇങ്ങനെ ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾക്ക് കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് പറ്റും, സന്തോഷത്തോടെ കരയാനായിട്ട് പറ്റും. യു വിൽ ബി ഹാപ്പി. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഭയങ്കര സമാധാനത്തിൽ ഭയങ്കര സന്തോഷത്തിൽ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. So that's what I'm experiencing in my life right now. I'm super happy. ഞാൻ MBBS നേടി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ആ ഒരു സന്തോഷം എൻ്റെ പോലെ തന്നെ സെലിബ്രേറ്റ് ചെയ്ത് എന്നെ ചേർത്ത് പിടിക്കുന്ന കുറേ അധികം ആൾക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ഒരു ബിഗ് താങ്ക് യു. പേര് പറയാൻ തുടങ്ങിയാൽ തീരത്തില്ല. അതുകൊണ്ട് എവ്രി വൺ എന്നെ സെലിബ്രേറ്റ് ചെയ്ത് എൻ്റെ സന്തോഷത്തിൽ കൈയടിച്ച എല്ലാവർക്കും ബിഗ് താങ്ക് യു. ആൻഡ് ഓൾസോ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ച ഒരുപാട് പേരുണ്ട്. എന്നെ അറിയാത്ത, ഞാൻ +2 കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ എൻ്റെ വേറെ ഫ്ലോറിൽ ഹോസ്റ്റലിൽ നിന്ന് ഹോസ്റ്റൽ മേറ്റ്സ്, എൻ്റെ ക്ലാസ്സിൽ പോലും അല്ലാതെ അപ്പുറത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ MBBS കഴിഞ്ഞ് നിൽക്കുന്നവരാണ്. അവരെനിക്കിപ്പോൾ മെസ്സേജ് അയച്ചു. അങ്ങനെ സ്ട്രേഞ്ചേഴ്സിൻ്റെ കൈൻഡ്നെസ്സും സ്നേഹവും ഞാൻ ഇത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്തൊരു ഫേസ് വേറെ ഇല്ല. അത്രയും സ്നേഹം ഞാൻ അറിഞ്ഞ, അത്രയും ഞാൻ സന്തോഷിച്ചൊരു ഫേസാണ് എൻ്റെ ലൈഫിലെ. എനിക്ക് മെസ്സേജ് അയച്ച ഓരോരുത്തർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന്, ലൈക്ക്
from the very, very deep corner of my heart, I'm saying a thank you to each and every one of you for bringing the smile on my face. Thank you, and all the very best for every single dreamer out there. നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, നിങ്ങളുടെ സന്തോഷത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു.